ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനം പതിവ് പോലെ അതിഗംഭീരമായി ഇന്ത്യ ആകമാനം ആഘോഷിച്ചു. ദേശീയ തലസ്ഥാനമായ ഡൽഹി ചുവപ്പ് കോട്ടയിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെ ആദരവ് സല്യൂട്ട് പതിവ് പോലെ സ്വീകരിച്ചു. ജനനിബിഡമായിരുന്നു കാണികളുടെ ഭാഗത്തും നാം കണ്ടത്. എന്നാൽ ഒരു പ്രത്യേക കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷങ്ങളായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ലാതിരുന്ന പ്രതിപക്ഷ സ്ഥാനത്ത് ഈ വർഷം ആ സ്ഥാനം ലഭിക്കാൻ അല്ലെങ്കിൽ അലങ്കരിക്കാൻ അർഹത നേടിയ ബഹുമാന്യനായ രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഇരിപ്പിടത്തെ സംബന്ധിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാന്യനായ രാഹുൽ ഗാന്ധി വ്യക്തി എന്ന നിലയിലല്ല ആ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലെ ജനാധിപത്യ രീതിയും ഭരണഘടനയും അനുസരിച്ച് പ്രതിപക്ഷ സ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങാണ് ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനത്ത് നടന്നത്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഇന്ന് ഏത് ക്യാബിനറ്റ് മന്ത്രിക്കും തുല്യമായ പദവിയാണുള്ളത്. ആ തരത്തിലുള്ള എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിന് ഭരണഘടനാപരമായി ലഭിക്കേണ്ടതും ആണ്. എന്നാൽ അത്യന്തം ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് 4ാം നിരയിലായിരുന്നു ഇന്ന് ഇരിപ്പിടം നൽകിയത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത നമ്മുടെ പ്രശസ്തരായ താരങ്ങൾ ഇരിക്കുന്ന ആ നിരയിൽ അവരോടൊപ്പം അദ്ദേഹം ഇരുന്ന് വളരെയേറെ ആയാസപ്പെട്ടാണ് അവിടെ നടന്ന പരിപാടികൾ അദ്ദേഹം കാണാൻ ശ്രമിച്ചത്. അത് തികഞ്ഞ അവഹേളനമാണ് എന്ന ചർച്ച ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻനിരയിൽ അദ്ദേഹത്തിന് എല്ലാ കാരണങ്ങളാലും ഇരിപ്പിടം ഒരുക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് ബാധ്യതയുണ്ട്, അദ്ദേഹത്തിന് അർഹതയുമുണ്ട്. മുൻനിരയിൽ ക്യാബിനറ്റ് മന്ത്രിമാർ ബഹുമാന്യരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ, അതുപോലെ ജയശങ്കർ തുടങ്ങിയ മുൻനിരയിലുള്ള മന്ത്രിമാരൊക്കെ അവിടെ ഇരുന്നപ്പോൾ പോലും ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് മന്ത്രി പദവിയുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി സ്ഥാനം സ്വീകരിച്ച ബഹുമാന്യനായ രാഹുൽ ഗാന്ധിക്ക് 4ാം നിരയിൽ ഇരിക്കേണ്ടി വന്നു എന്നത് അതീവ ദുഃഖകരമാണ്, ഖേദകരമാണ്, അവഹേളനമാണ് നടത്തിയത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അവഹേളനത്തിനേക്കാൾ ഉപരിയായി ഈ രാജ്യത്തുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും കാട്ടിയ ഒരു അവഹേളനമായി തന്നെ അത് കാണേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തിനും വലിപ്പത്തിനും ഒരു കുറവും ഉണ്ടായി എന്ന് തോന്നില്ല. എന്നാൽ ഈ തരം വളരെ വളരെ ഹീനമായ അല്ലെങ്കിൽ അപലപനീയമായ നടപടിക്ക് കാരണക്കാരായവരാണ് ചെറുതായവരെന്ന കാര്യം പൊതുവെ ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും അല്പത്തരം കാണിക്കാൻ പാടുള്ളതാണോ ഈ ഒരു സന്ദർഭം? അർഹിക്കുന്നവരെ അർഹിക്കുന്ന സ്ഥാനത്തിരുത്തി ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നടത്തിയ ആളുകൾ തീർച്ചയായും ഒരു കാരണവശാലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ളവരല്ല എന്ന് പറയേണ്ടി വരും. ഇത്രയും ചെറിയ മനസ്സിൻ്റെ ഉടമകളാണോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്? ബഹുമാന്യനായ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഈ കാര്യത്തിൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണിപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ വഹിക്കുന്നതായ സ്ഥാനത്തിൽ നിന്നൊട്ടും കുറവല്ല ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും ജനാധിപത്യ രീതി അനുസരിച്ചും പ്രതിപക്ഷ നേതാവിനുള്ള സ്ഥാനം. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷ നേതാവെന്ന പദവി പോലും അംഗീകരിച്ചു കൊടുക്കാത്തതായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ഈ തരത്തിൽ വളരെ വില കുറഞ്ഞ തരംതാണ രാഷ്ട്രീയം ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യ ദിന ആഘോഷ ചടങ്ങിൽ കാട്ടിയത് അത്യന്തം ഖേദകരമാണ്, അപലപനീയമാണ് എന്നുകൂടെ പറയേണ്ടതായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മുൻനിരയിൽ സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഒരു വ്യക്തി എന്ന നിലയിലല്ല ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന് തീർച്ചയായും അർഹിക്കുന്ന പദവിയോടുകൂടെ അതിൽ പങ്കെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ബഹുമാന്യനായ AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അന്ന്
പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമതി സോണിയാഗാന്ധിക്ക് മുൻനിരയിലാണ് ഇരിപ്പിടം കൊടുത്തത് എന്നതും ഇന്ത്യയിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടതുമാണ്, എല്ലാവരും കേട്ടതുമാണ്. എന്തുകൊണ്ട് ആ ഒരു മഹാമനസ്കതയും വലിപ്പവും കാണിക്കാൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ആലോചിക്കുന്നു. ഇതേ സംബന്ധിച്ച് മാധ്യമ പ്രതിനിധികൾ ഇതിൻ്റെ സംഘാടകരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ തൊടുന്യായം അത് ഈ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത നമ്മുടെ കായിക താരങ്ങളെ ഇരുത്താൻ വേണ്ടി ചില ക്രമീകരണങ്ങൾ നടത്തിയപ്പോൾ ഉണ്ടായതാണ് എന്ന്. എത്ര ദുർബലമായ, എത്ര വികലമായ, എത്ര തരംതാണ വില കുറഞ്ഞ ന്യായീകരണമാണ് ഇതിൻ്റെ സംഘാടകർ നൽകുന്നത്. ഈ സംഘാടകരായി അവിടെ പണി ചെയ്ത കുറേ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. ഇതിന് ഉത്തരവാദികളായ ഒരു ഉന്നത സ്ഥാനീയർ തന്നെയാണ്. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്, പ്രധാനമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് പ്രായം കൊണ്ടൊക്കെ അല്പസ്വല്പം താഴെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പദവി അംഗീകരിച്ചു കൊടുക്കാൻ പ്രധാനമന്ത്രി മഹാമനസ്കതയും കാട്ടേണ്ടതായിരുന്നു. അതായിരുന്നു സംസ്കാരം, അതാണ് ഇന്ത്യയുടെ പൈതൃകം, അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന മഹത്തായ പാരമ്പര്യത്തിന് ഏൽപ്പിച്ച ഒരു കറുത്ത പാടാണ് ഇന്ന് ഡൽഹിയിൽ ഉണ്ടായത് എന്നത് വളരെ ഖേദത്തോടു കൂടിയാണ് ഇന്ത്യയിലെ പൊതുസമൂഹം കാണുന്നതും ചിന്തിക്കുന്നതും. അതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിനാരാണ് കാരണക്കാരെന്ന് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് തക്കതായിട്ടുള്ള താക്കീത് നൽകുകയും ഈ തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ജാഗ്രത കാട്ടുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്.